കാരുണ്യവാനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളെയും വിട്ടുപുറത്ത് മാപ്പാക്കുമാറാകട്ടെ. തഖ്വയിൽ അധിഷ്ഠിതമായ അല്ലാഹുവിനെ പൂർണ്ണമായും വഴിപ്പെട്ട് അവൻ്റെ ത്വാഅത്തിലായി ജീവിക്കുന്ന ഒരു നല്ല ജീവിതം അല്ലാഹു നമുക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ ഇഷ്ടദാസന്മാർക്കുള്ള എല്ലാ ഗുണങ്ങളും അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, ബന്ധു, മിത്രാദികൾ എല്ലാവർക്കും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മയ്യിത്ത് പരിപാലനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. മയ്യിത്ത് പരിപാലനവുമായി ബന്ധപ്പെട്ട് ഇമാമിങ്ങൾ പല പാർട്ടുകളായി അത് തിരിച്ചിട്ടുണ്ട്. മരണാസന്നനായി കിടക്കുന്ന വ്യക്തിയുടെ അടുക്കൽ ചെയ്യേണ്ട കാര്യങ്ങൾ, അതുപോലെ മരിച്ചു കഴിഞ്ഞ് കുളിപ്പിക്കുന്നതിന് മുമ്പായി ഉള്ള കാര്യങ്ങൾ, പിന്നെ മയ്യിത്ത് കുളി, കഫൻ ചെയ്യൽ, അതിനുശേഷമുള്ള നമസ്കാരം, ഖബറടക്കം, ഇങ്ങനെ ഓരോന്നും വേർതിരിച്ചുകൊണ്ട് ഫുഖഹാക്കൾ വിശദീകരിച്ചുകൊണ്ട് ആ വിഷയങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരാഴ്ച കൊണ്ട് ഓടിച്ച് പറയേണ്ട ഒരു വിഷയമല്ലാത്തത് കൊണ്ട് ഒരു പരമ്പരയായി തന്നെ ഇപ്പോൾ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞു നിർത്തിയത്, ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ആരാണ് അയാളുടെ മയ്യിത്ത് പരിപാലനം നടത്തേണ്ടത്, മയ്യിത്ത് കുളിപ്പിക്കാൻ ഏറ്റവും യോഗ്യരാരൊക്കെയാണ്, ഭർത്താവിന്റെ പേരിൽ ഭാര്യക്ക് കുളിപ്പിക്കാൻ പറ്റുമോ, വാപ്പ വസിയത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ മക്കൾക്ക് അത് നടപ്പാക്കാൻ പറ്റുമോ, ഇങ്ങനെ തുടങ്ങി തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായപ്പോൾ ആരൊക്കെയാണ് കുളിപ്പിച്ചത്, 4 പേരായിരുന്നു, അവരാരൊക്കെയായിരുന്നു എന്നെല്ലാം നമ്മൾ ചർച്ച ചെയ്തു. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ യജിബു ഗസ്ലുൽ മയ്യിത്തി, മയ്യിത്തിനെ കുളിപ്പിക്കല് നിർബന്ധമാണ്. വലോ ഗരീകൻ, ഇനി അയാള് വെള്ളത്തിന് മുങ്ങി വെള്ളം കുടിച്ച് കൊണ്ടാണ് മരണപ്പെട്ടത്, ഒരാള് പുഴയിൽ വീണ് മരിച്ചു അല്ലെങ്കിൽ കടലിൽ വീണ് മരിച്ചു, അപ്പോ അയാളുടെ ശരീരത്തിൽ നമ്മുടെ ബാഹ്യമായി നോക്കുമ്പോൾ അഴുക്കുകളൊന്നും ഉണ്ടാവില്ല, കാരണം കടലിൽ മുങ്ങി മരിച്ചു, വെള്ളത്തിലാണ് അയാള് ഒരു സമയവും കഴിഞ്ഞത്. എങ്കിൽ തന്നെയും ആ മയ്യിത്തിനെ കുളിപ്പിക്കൽ നമ്മുടെ മേൽ നിർബന്ധമാണ്. മലായിക, അല്ലെങ്കിൽ മലക്കുകൾ കുളിപ്പിച്ച ഒരു മയ്യിത്തിനെ, അങ്ങനെ ഇഷ്ടംപോലെ സംഭവങ്ങളുണ്ടല്ലോ, അതിൽ ജിന്നി അല്ലെങ്കിൽ ജിന്നുകള് കുളിപ്പിച്ചു. എന്നാൽ തന്നെയും നമ്മുടെ മേൽ മയ്യിത്തിനെ കുളിപ്പിക്കൽ നിർബന്ധമാണ്. ഇനി അതിന്റെ തടസ്സമാകുന്ന വല്ല കാര്യങ്ങളുണ്ടായി, മഹാനായ ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി പഠിപ്പിക്കുകയാണ്, വെള്ളം കിട്ടാത്തൊരവസ്ഥ വന്നു, ഒരാൾ മരിച്ചു, അപ്പൊ കുളിപ്പിക്കാൻ നോക്കുമ്പോ വെള്ളം കിട്ടുന്നില്ല, വെള്ളമില്ലാത്തൊരവസ്ഥ വന്നു, അല്ലെങ്കിലോ ഒരു സ്ത്രീ മരണപ്പെട്ടു, അപ്പൊ അവിടെ അന്യ പുരുഷന്മാര് മാത്രമാണുള്ളത്, അല്ലെങ്കിൽ ഒരു പുരുഷൻ മരണപ്പെട്ടു അന്യ സ്ത്രീയാണുള്ളത്, അങ്ങനെയുള്ള ഒരു അവസ്ഥ വന്നു, അല്ലെങ്കിലോ മയ്യിത്ത് മയ്യിത്ത് കത്തിക്കരിഞ്ഞു പോയി, കുളിപ്പിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ തീ പിടിച്ചുകൊണ്ട് മരണപ്പെട്ട മയ്യിത്താണ്, കുളിപ്പിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്, അങ്ങനെയുള്ള ഒരവസ്ഥ വന്നു, അല്ലെങ്കിലോ മയ്യിത്ത് കുളിപ്പിക്കാനായിട്ടുള്ള ആള്, അയാളെ സംബന്ധിച്ചിടത്തോളം വെള്ളം തൊടാൻ പറ്റൂല, അല്ലെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും അസുഖമുണ്ട്, അങ്ങനെ എന്തെങ്കിലും ഭയപ്പെട്ടുകൊണ്ടുള്ള ഒരു അവസ്ഥയിലാണ് അയാൾ ഉള്ളത്. അങ്ങനെ ഒരു നിലക്കും കുളിപ്പിക്കാൻ പറ്റാത്ത, വെള്ളം കൊണ്ട് കുളിപ്പിക്കാത്ത ഒരു അവസ്ഥയാണുള്ളതെങ്കിൽ അയാൾ
തയമ്മും ചെയ്തു കൊടുക്കണമെന്ന് ഫുഖഹാക്കൾ പഠിപ്പിക്കുകയാണ്. അപ്പോ ഒരു അന്യ സ്ത്രീ മരിച്ചോ അന്യ പുരുഷനാണുള്ളതെങ്കിൽ തയമ്മും ചെയ്യുമ്പോൾ ഔറത്തിലേക്ക് നോക്കാത്ത രൂപത്തിൽ, ഔറത്ത് കാണാത്ത രൂപത്തിലാണ് അത് ചെയ്തു കൊടുക്കേണ്ടത് എന്ന് മഹാന്മാരായ ഇമാമിയങ്ങൾ പഠിപ്പിക്കുകയാണ്. അതേപോലെ തന്നെ ഇനി ഒരാൾ മരിച്ച് ഓപ്പറേഷൻ ചെയ്ത ആളാണ്, അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം ചെയ്ത ആളാണ്. പോസ്റ്റ്മോർട്ടം ചെയ്ത് തുന്നിക്കെട്ടിയ ശരീരമാണെങ്കിൽ അതിന്റെ സ്റ്റിച്ചൊക്കെ അയച്ച് അയാൾ ഇടങ്ങേറാക്കിയിട്ട് അയാളെ കുളിപ്പിക്കേണ്ട ആവശ്യമില്ല. എല്ലാ ഭാഗത്തും വെള്ളം ചേരുന്നില്ലെങ്കിൽ ആ വെള്ളം ചേരുന്ന ഭാഗങ്ങളിലൊക്കെ എന്ത് ചെയ്യാം, അയാളെ കുളിപ്പിച്ചില്ലെങ്കിൽ എന്നിട്ട് തയമ്മും ചെയ്യാം. ഇനി അയാളെ തീരെ കുളിപ്പിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണുള്ളെങ്കിൽ തയമ്മും ചെയ്തു കൊടുത്താൽ മതി എന്ന് മഹാന്മാരായ ഇമാമിയങ്ങൾ പഠിപ്പിക്കുകയാണ്. യഥാർത്ഥത്തിൽ കുളി എന്ന് പറഞ്ഞാൽ ശരീരത്തിന്റെ മുഴുവൻ എല്ലാ ഭാഗങ്ങളിലും ഒന്ന് വെള്ളം ചേർന്ന് കഴിഞ്ഞാൽ, വെള്ളം ഒഴിപ്പിച്ചു കഴിഞ്ഞാൽ കുളിയായി. എന്നാൽ അതിന്റെ പൂർണ്ണമായ രൂപം മഹാന്മാരായ ഇമാമിയങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. കുളിയുടെ ലഘുവായ രൂപവും പൂർണ്ണമായ രൂപവും പഠിപ്പിക്കുന്നുണ്ട്. കുളിയുടെ ചെറിയ രൂപം എന്ന് പറയുന്നത് ഒറ്റ പ്രാവശ്യം ശരീരം മുഴുവൻ എല്ലാ സ്ഥലത്തും വെള്ളം കൊണ്ട് കുളിപ്പിച്ച് കഴിഞ്ഞാൽ എന്തായി, കുളിയുടെ രൂപമായി. ആ സമയത്ത് ശ്രദ്ധിക്കേണ്ടത്, ചേലകർമ്മം ചെയ്യാത്ത ഒരാളാണെങ്കിൽ അയാളുടെ ലിംഗാഗ്ര ചർമ്മങ്ങൾ അവിടെ എല്ലാ ഭാഗങ്ങളിലും വെള്ളം എത്തിക്കേണ്ടതുണ്ട്. അതേപോലെ ഇനി മറ്റൊരു രൂപത്തിൽ അയാളെ കുളിപ്പിക്കാൻ പറ്റാത്തൊരവസ്ഥയാണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ അയാൾക്ക് തയമ്മും ചെയ്തു കൊടുത്താൽ മതി. ഇനിയോ കുളിപ്പിക്കുന്ന സമയത്ത് പല ആളുകൾക്കുള്ള ഒരു സംശയമാണ് നെയ്യത്ത് വെക്കേണ്ട കാര്യം. ഒരു സ്ഥലത്ത് ഒരാള് മയ്യത്ത് കുളിപ്പിച്ച് കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ നെയ്യത്ത് വെക്കാൻ മറന്നുപോയി, വലിയ പ്രശ്നമുണ്ടോ? പലർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ്. എന്നാൽ ഫുഖഹാക്കൾ പഠിപ്പിക്കുകയാണ്, വലാ തജിബു നിയ്യത്തു ഫീ ഗസ്ലിൽ മയ്യിത്തി, മയ്യത്തിനെ കുളിപ്പിക്കുമ്പോൾ നിയ്യത്ത് വെക്കുക എന്ന് പറഞ്ഞാൽ അത് നിർബന്ധമായ ഒരു സംഭവമല്ല. നമ്മളിപ്പോ ജനാബത്ത് കുളിക്കാറുണ്ട്, വുദൂ ചെയ്യാറുണ്ട്, ആ സമയത്ത് നിയ്യത്ത് വെക്കേണ്ടതുണ്ട്. നിയ്യത്തില്ലെങ്കിലോ അത് ആ അമല് സ്വീകരിക്കപ്പെടുകയില്ല. ഒരു മുഅ്മിനായ മനുഷ്യന്റെ നിയ്യത്ത് അത് അയാൾ ചെയ്യുന്ന അമലിനേക്കാളും ശ്രേഷ്ഠമാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത് വഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവാ, ഇതൊക്കെ ഹദീസുകളിൽ കാണാവുന്നതാണ്. അപ്പോൾ നിയ്യത്തിന് ഒരുപാട് പ്രാധാന്യമുണ്ട്. എന്നാൽ മയ്യത്ത് കുളിപ്പിക്കുന്ന സമയത്ത് മയ്യത്തിനെ കുളിപ്പിക്കുമ്പോൾ ഒരാൾ നെയ്യത്ത് വെക്കാൻ മറന്നുപോയി അല്ലെങ്കിൽ നെയ്യത്ത് വെക്കുക എന്നുള്ളത് നിർബന്ധമായ കാര്യമല്ല. അതേ സമയത്ത് പ്രിയപ്പെട്ടവർ അതുപോലെ തയമ്മും ചെയ്തു കൊടുത്തു, അപ്പോഴും നെയ്യത്ത് വെക്കാൻ മറന്നുപോയെന്നാൽ അതുകൊണ്ട് പ്രശ്നമില്ല. അതേ സമയത്ത് സുന്നത്താണ്, മയ്യത്തിനെ കുളിപ്പിക്കുന്നു എന്ന് നിയ്യത്ത് വെക്കൽ അല്ലെങ്കിൽ തയമ്മും ചെയ്തു കൊടുക്കുന്നു, മയ്യത്തിനെ തയമ്മും ചെയ്തു കൊടുക്കുന്നു എന്ന് നിയ്യത്ത് വെക്കൽ സുന്നത്താണ്. അതുപോലെ മയ്യത്തിന്റെ ഔറത്തിലേക്ക് നോക്കൽ ഹറാമാണ്. മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. മയ്യത്തിന്റെ ആ ഔറത്തിലേക്ക് നോക്കൽ ഹറാമാണ്. കുളിപ്പിക്കുന്ന സമയത്ത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇനിയോ എന്തെങ്കിലും ആവശ്യം വന്നു, ഇല്ലാ ബിഖദരിൽ ഹാജതി, പ്രത്യേകമായിട്ട് അതിന്റെ അഴുക്കുകൾ നീക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ആവശ്യം വന്നു എന്നാൽ തന്നെയും, അല്ലെങ്കിലോ മഹാന്മാരായ ഇമാമിയങ്ങൾ പഠിപ്പിക്കുകയാണ്, അവിടെ സ്പർശിക്കേണ്ടി വന്നു എന്നാൽ തന്നെയും അങ്ങോട്ട് നോക്കാതെയാണ് അത് ചെയ്യേണ്ടത്. വളരെ അത്യാവശ്യ ഘട്ടങ്ങൾ, ചില സമയം മയ്യത്ത് കുളിപ്പിക്കുന്ന ആളുകൾക്കറിയാം, ചില സമയത്ത് മയ്യത്തിന്റെ ആ ഭാഗങ്ങളിലേക്കൊക്കെ നോക്കേണ്ട ഒരു അവസ്ഥ വരും. മാക്സിമം അത് നോക്കാതിരിക്കുകയാണ് വേണ്ടത്. ഇനിയോ അവിടെ സ്പർശിക്കേണ്ട ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഇല്ലാ ബിഹർക്കത്തിൻ, എന്തെങ്കിലും ശീലകഷണം കൊണ്ടായിരിക്കണം അവിടെ സ്പർശിക്കേണ്ടത്. ഇനി മയ്യത്തിന്റെ ഔറത്തിൽ അല്ലാത്ത ഭാഗങ്ങളിലേക്ക് നോക്കൽ തന്നെ അത് ആവശ്യമില്ലാതെ നോക്കൽ അത് കറാഹത്താണെന്നാണ് മഹാന്മാരായ ഇമാം
ഇമാമിയങ്ങൾ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് അത്തരം വിഷയങ്ങളൊക്കെ നമ്മൾ കുളിപ്പിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക. നമ്മൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് നമ്മുടെ ഔറത്തിലേക്ക് ഒരാൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഇഷ്ടമുണ്ടാവില്ല. അതുപോലെ തന്നെയാണല്ലോ മയ്യത്ത്. ആ മയ്യത്തായ വ്യക്തി അയാളുടെ ഔറത്തിലേക്ക് കുളിപ്പിക്കുന്ന ആളുകൾ നോക്കാൻ പാടില്ല. വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. അതേ സമയത്ത് കുളിയുടെ പൂർണ്ണമായ രൂപം മഹാനായ ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി പോലെയുള്ള മഹാത്മാക്കൾ വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തുന്നുണ്ട്. മയ്യത്ത് കുളിയുടെ പൂർണ്ണമായ രൂപം എന്ന് പറയുന്നത് ഒരു കമീസ് മുഴുവനും മറക്കുന്ന തരത്തിലുള്ള ഒരു വസ്ത്രം, അതാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത്. ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കമീസ് ധരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വളരെ അപൂർവമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ശരീരം മുഴുവനും മറയുന്ന കട്ടിയുള്ള ഒരു തുണി കൊണ്ട് എന്ത് ചെയ്യണം, മയ്യത്തിനെ മൂടേണ്ടതുണ്ട്. കാരണം നേർത്തതാണെങ്കിൽ നിഴലടിക്കുന്ന തരത്തിലുള്ള വസ്ത്രങ്ങളാണെങ്കിൽ വെള്ളം ചേർന്ന് കഴിയുമ്പോൾ വെള്ളം ആ ശരീരത്തിലേക്ക് ഒഴിക്കുന്ന സമയത്ത് ശരീരത്തിന്റെ ഭാഗങ്ങൾ ഔറത്ത് കാണാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ കട്ടിയുള്ള വസ്ത്രം കൊണ്ടായിരിക്കണം മയ്യത്തിനെ കുളിപ്പിക്കാൻ സമയത്ത് ധരിപ്പിക്കേണ്ടത്. അതേപോലെ തന്നെ മഹാന്മാരായ ഇമാമിയങ്ങൾ പറയുകയാണ്, അലാ നഹ്വി സരീരിൻ, മയ്യത്തിനെ കട്ടില് പോലെയുള്ള ഉയർന്ന എന്തെങ്കിലും വസ്തുക്കളിലായിരിക്കണം കിടത്തേണ്ടത്. മയ്യത്തിനെ ഒരിക്കലും മലർത്തി കിടത്താൻ പാടില്ല, അത് ഹറാമായ കാര്യമാണ്. അറിവില്ലാത്ത ആളുകളൊക്കെ മയ്യത്ത് കുളിപ്പിക്കുന്ന സമയത്ത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. അതേപോലെ തന്നെ ഫീ മകാനിൻ ഹാലിൻ, ആളൊഴിഞ്ഞ സ്ഥലത്തായിരിക്കണം, വിജനമായ എല്ലാവരും ഇടയിൽ കൊണ്ടുവന്നിട്ടല്ല മയ്യത്ത് കുളിപ്പിക്കേണ്ടത്. പാലക്കാട് ജില്ലയിലെ പല സ്ഥലങ്ങൾ അറിവ് വളരെ കുറഞ്ഞ ആളുകളാണ്. ഈ വിനീതൻ ഇവിടെ നെന്മാറക്കടുത്ത് ജോലി ചെയ്യുന്ന സമയത്ത് നെന്മാറ ടൗണിനോട് ചേർന്ന ഒരു പള്ളിയിൽ ഞാൻ 2-3 വർഷം സേവനം ചെയ്തു. അപ്പൊ അവിടങ്ങളിലൊക്കെ ഉള്ള ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ അറിവ് കുറവാണ്. മയ്യത്ത് കുളിപ്പിക്കുമ്പോഴും കഫൻ ചെയ്യുമ്പോൾ അത് പെണ്ണാവട്ടെ ആണാവട്ടെ കൂട്ടം കൂടിയിട്ടാണ് ആളുകൾ അത് ചെയ്യുന്നത്. അറിവില്ലാത്ത സ്ഥലങ്ങളിൽ നമ്മളിതൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ. അപ്പൊ ആളൊഴിയുന്ന സ്ഥലത്തായിരിക്കണം മയ്യത്ത് കുളിപ്പിക്കേണ്ടത്. അതേപോലെ തന്നെ മസ്തൂരിൻ, ചുറ്റും മറക്കപ്പെട്ട സ്ഥലത്തായിരിക്കണം. റൂഫിന്റെ താഴെയായിരിക്കണം മയ്യത്ത് കുളിപ്പിക്കേണ്ടത്. അപ്പോ മറയുണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് നിർബന്ധമായ ഒരു സംഗതിയാണ്. മയ്യത്തിന്റെ രക്ഷാധികാരിയായ ആള്, മയ്യത്തുമായി ഏറ്റവും ബന്ധപ്പെട്ട, അല്ലെങ്കിൽ വാപ്പ അല്ലെങ്കിൽ മക്കൾ ഏറ്റവും ബന്ധപ്പെട്ട ആളുകൾ, അതേപോലെ തന്നെ ആസിൽ കുളിപ്പിക്കുന്ന ആള്, അതുപോലെ മയ്യത്തിന്റെ സഹായിയായ ആള്, ഇവര് മാത്രമാണ് അങ്ങോട്ട് പ്രവേശിക്കേണ്ടത്. അല്ലാതെ എല്ലാ ആളുകളും കൂടിയിട്ട് അങ്ങോട്ട് കയറാൻ പാടില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടുത്തെ കുളിപ്പിച്ച രംഗം കഴിഞ്ഞയാഴ്ച നമ്മൾ പറയുകയുണ്ടായി. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായപ്പോൾ അവിടുന്ന് ഇട്ട അതേ വസ്ത്രം കൊണ്ട് തന്നെയായിരുന്നു നബി തങ്ങളെ കുളിപ്പിച്ചത്. മഹാനായ ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി ഇഹ്യാ ഉലൂമുദ്ദീനിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയിൽ നിന്നുകൊണ്ടുള്ള ഒരു സംഭവം ഇമാം ബുഖാരി രേഖപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായ സമയത്ത് സഹാബത്തിന്റെ ഇടയില് വല്ലാത്ത ഒരു പ്രയാസം അനുഭവപ്പെട്ടു. കാരണം സാധാരണ ഒരാളല്ലല്ലോ വഫാത്തായിട്ടുള്ളത്, ലോകത്തിന്റെ നേതാവാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായപ്പോ 2-3 ദിവസം എന്ത് ചെയ്യണമെന്നറിയാതെ അവർ വിഷമിച്ചു നിന്നപ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇടപെട്ടിട്ടാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിശുദ്ധമായ ശരീരം വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ ഖദ് ഖലത് മിൻ ഖബ്ലിഹി റസൂൽ അഫഇമ്മാ തൗഖുതിലൻ ഖലബതും അലാ അഖാബികും വമൻ യൻഖലിബ് അലാ എന്ന് തുടങ്ങുന്ന പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്ത് ഓതിയിട്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മറവ് ചെയ്യാൻ വേണ്ടിയിട്ട് കൽപ്പിച്ചത്. ആ സമയത്ത് സഹാബത്ത് ഫഖാലു വല്ലാഹി മാ നദ്രി കൈഫ നഗ്സിലു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എങ്ങനെയാണ് അല്ലാഹുവിന്റെ ഹബീബിനെ മറവ് ചെയ്യേണ്ടതെന്ന് അറിയാതെ അവർ പകച്ചു നിന്ന സമയത്ത്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ജനാസയെ എങ്ങനെ മറവ് ചെയ്യണം, ഏത് രൂപത്തിൽ മറവ് ചെയ്യണം എന്നതിന്റെ പേരിൽ അവരിങ്ങനെ ഷെക്കായി നിൽക്കുന്ന സമയത്ത് അനുജരിദുഹു അൻ സിയാബിഹി കമാ നസ്നഉ ബിമൗതാനാ, നബി തങ്ങൾ ധരിച്ച വസ്ത്രം തന്നെ ആ വസ്ത്രത്തിൽ തന്നെയാണോ മറവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സാധാരണ എല്ലാവർക്കും പുതിയ വസ്ത്രം ധരിപ്പിച്ചു കൊടുക്കാറുണ്ട്, അതേപോലെയാണോ എന്നിങ്ങനെ ചർച്ച ചെയ്ത സമയത്ത് മഹാന്മാരായ സഹാബത്തിന്റെ ഇടയ്ക്ക് ആ സമയത്ത് ഇങ്ങനെ അവര് വളരെ വിഷമിച്ച് നിൽക്കുന്ന സമയത്ത് എല്ലാവർക്കും ചെറിയൊരു ക്ഷീണം ബാധിക്കുകയാണ്. ആ സമയത്ത് അവരിങ്ങനെ ഉറങ്ങിപ്പോവുകയാണ്. എല്ലാവരും ഇങ്ങനെ ചെറിയൊരു മയക്കത്തിൽപ്പെട്ടു പോകുന്ന സമയത്ത് അവരൊരു ശബ്ദം കേൾക്കുകയാണ്. തങ്ങളെ അവിടുന്ന് ധരിച്ച വസ്ത്രത്തിൽ തന്നെ കഫൻ ചെയ്യാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ ഒരു എന്തോ ഒരു അശരീരി പോലെ എല്ലാവരും കേൾക്കുകയാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ധരിച്ച വസ്ത്രത്തിൽ തന്നെയാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുളിപ്പിച്ചത് എന്ന് ഹദീസുകളിൽ കാണാവുന്നതാണ്. അപ്പോൾ ഒരാൾ ധരിച്ച വസ്ത്രത്തിൽ തന്നെ അയാളെ കുളിപ്പിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. പക്ഷെ ആ വസ്ത്രം ശുദ്ധിയുള്ള വസ്ത്രമായിരിക്കണം. അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. എപ്പോഴും നല്ലത് വേറെ ഒരു വസ്ത്രം കൊണ്ട് തന്നെ കുളിപ്പിക്കുന്ന സമയത്ത് ശരീരം മുഴുവനും മറയുന്ന ഒരു വസ്ത്രം ധരിപ്പിക്കലാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത്. അതേപോലെ തന്നെ മയ്യത്തിനെ ഉയർന്ന ഒരു സ്ഥലത്ത് കിടത്തുക. എന്നിട്ട് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത്, ആദ്യമായി ചെയ്യേണ്ടത്, നമ്മൾ എപ്പോഴും കുളിക്കുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒന്ന് ബാത്റൂമിലൊക്കെ പോകും അല്ലെ, എന്നിട്ടാണ് നമ്മൾ കുളിക്കുക. കാരണം നമ്മുടെ ശരീരത്തിന്റെ അഴുക്കുകൾ നീക്കണം. ജനാബത്തുണ്ടാകുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മളൊന്ന് മൂത്രമൊഴിക്കുക. അപ്പൊ നമുക്ക് വലിയ ശുദ്ധി ഉണ്ടായി, ജനാബത്തുണ്ടായി, ഇന്ദ്രിയ സ്ഖലനമുണ്ടായി, എന്നാൽ മൂത്രമൊഴിക്കുമ്പോൾ ബാക്കി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതുകൂടി പുറത്തു പോകും. ഇതേപോലെ തന്നെ മയ്യത്തിനെ കുളിപ്പിക്കുമ്പോഴും മയ്യത്തിന്റെ ശരീരത്തിലുള്ള അഴുക്കുകൾ ഉണ്ടെങ്കിൽ ആ അഴുക്കുകളെ നീക്കം ചെയ്യണം. അപ്പൊ കിടത്തുമ്പോൾ എന്ത് ചെയ്യണം? കാല് അല്പം അകത്തി കിടത്താൻ വേണ്ടി ശ്രമിക്കുക. കാരണം ചേർത്ത് കിടത്തി കഴിഞ്ഞാൽ ഒരുപക്ഷെ മാലിന്യങ്ങൾ പോകാൻ തടസ്സമുണ്ടാകും. അതുകൊണ്ട് അല്പം അകത്തി കിടത്തുക. എന്നിട്ടോ എന്നിട്ട് മയ്യത്തിനെ കുളിപ്പിക്കുന്ന ആള് ചെയ്യേണ്ടത് അയാളുടെ കാലെടുത്തുകൊണ്ട്, വലത്തെ കാലെടുത്തുകൊണ്ട് ആ മയ്യത്ത് കട്ടിലേക്ക് വെക്കുക. പഠിപ്പിക്കുകയാണ്. എന്നിട്ട് എന്ത് ചെയ്യണം? ഇയാളുടെ ആ കാലിലേക്ക് മയ്യത്തിനെ മെല്ലെ അങ്ങ് ചാരിയിരുത്തുക. 90 ഡിഗ്രി അങ്ങ് ചരിക്കരുത്. അല്പം ഒരു ബൃഹത് കോൺ രൂപത്തിൽ അല്പം മയ്യത്തിനെ അങ്ങ് ചരിച്ചിങ്ങനെ കിടത്തുക കാലിലേക്ക്. അപ്പോൾ ഈ മയ്യത്ത് കുളിപ്പിക്കുന്ന വാസിലായ വ്യക്തി അയാളുടെ കാല് കട്ടിലേക്ക് വെച്ചിട്ട് അല്പം ചരിച്ചിങ്ങനെ കിടത്തുക. എന്നിട്ടോ അപ്പോ വലത്തെ കാലിങ്ങനെ അവിടെ വെച്ചു. ഇനി 2 കൈയും ഫ്രീ ആണല്ലോ. അപ്പൊ ആ വലത്തെ കൈ കൊണ്ട് ഈ മയ്യത്തിന്റെ പെരടിയില്, പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, നമ്മുടെ ഈ തള്ള വിരല് കൊണ്ട് ഈ ഭാഗത്ത്, പെരടിയുടെ ഈ ഭാഗത്ത് ഒരു കുഴി പോലെ ഒരു സ്ഥലമുണ്ട്, അവിടെ ഇങ്ങനെ അമർത്തി പിടിക്കുക. അങ്ങനെ അമർത്തി പിടിക്കുമ്പോൾ നമുക്ക് വളരെ എളുപ്പമായ രൂപത്തിൽ ആ മയ്യത്തിനെ കുളിപ്പിക്കാൻ കഴിയും. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്? എന്നിട്ട് ഇടത്തെ കയ്യില് ശീല ചുറ്റിയിട്ട് ആ മയ്യത്തിന്റെ വയറിൽ ഇങ്ങനെ തടവി കൊടുക്കുക. അതേപോലെ തന്നെ മയ്യത്തിന്റെ മറ്റുള്ള മുൻദ്വാരത്തും പിൻദ്വാരവും ഒക്കെ എന്ത് ചെയ്യുക? മെല്ലെ വൃത്തിയാക്കി കൊടുക്കുക. മയ്യത്തിന്റെ വയറിൽ ഇങ്ങനെ തടവി കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? ആ ശരീരത്തിൽ ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ട് തടവുന്ന സമയത്ത് ശരീരത്തിലുള്ള അഴുക്കുകൾ പോകാൻ അതുകൊണ്ട് എളുപ്പമാകും. അത് പ്രത്യേകം ചെയ്യേണ്ട ഒരു കാര്യമാണ്.
നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക. ഇനി മയ്യത്തിനെ കുളിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം കഫൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതേപോലെ തന്നെ മയ്യത്തിന്റെ ശരീരത്തിൽ നിന്നുകൊണ്ട് മലമോ മറ്റോ വന്നു കഴിഞ്ഞാൽ ആ ഭാഗം അങ്ങ് വൃത്തിയാക്കി കൊടുത്താൽ മതി. പിന്നെ രണ്ടാമത് കുളിപ്പിക്കാനോ വുളൂ ചെയ്യേണ്ടതോ ആവശ്യമില്ല. കാരണം മയ്യത്തിന്റെ വുളൂ പിന്നെ പൊളിയുന്ന ഒരു പ്രശ്നമില്ല. പിന്നെ ചെയ്യേണ്ട കാര്യം ഇടത്തെ കൈയിന്റെ ചൂണ്ടുവിരലിൽ ശീല ചുറ്റിയിട്ട് എന്ത് ചെയ്യുക, മയ്യത്തിന്റെ വായ വൃത്തിയാക്കി കൊടുക്കുക. അപ്പൊ വായ വൃത്തിയാക്കുന്ന സമയത്ത് ഇങ്ങനെ പിടിച്ചുകൊണ്ട് തുറക്കാൻ പാടില്ല. നജസോ മറ്റോ ഉണ്ടെങ്കിൽ മാത്രമേ വായന ശരിക്കും തുറന്ന് വൃത്തിയാക്കേണ്ടതുള്ളൂ. അല്ലെങ്കിൽ മെല്ലെ ആ പല്ലിന്റെ ഭാഗത്തൊക്കെ ഇങ്ങനെ കൈയിട്ടുകൊണ്ട് എന്ത് ചെയ്യണം, മയ്യത്തിന്റെ വായ വൃത്തിയാക്കി കൊടുക്കണം. അതേപോലെ തന്നെ മൂക്ക് വൃത്തിയാക്കി കൊടുക്കണം. മൂക്കിനുള്ള അഴുക്കുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ നീക്കി കൊടുക്കണം. അതേപോലെ തന്നെ ചെറിയ ഒരു കൊള്ളിക്കഷണം കൊണ്ട് നഖത്തിൽ ചെടികൾ ഉണ്ടെങ്കിൽ ലോലമായ കൊള്ളിക്കഷ്ണം കൊണ്ട് ഇങ്ങനെ എന്ത് ചെയ്യും, വളരെ മെല്ലെ മയ്യത്തിന്റെ നഖത്തിലെ ചെളികൾ ഉണ്ടെങ്കിൽ അത് നീക്കം ചെയ്യാം. മയ്യത്ത് കുളിപ്പിക്കുന്ന സമയത്ത് ചില സ്ഥലത്തൊക്കെ കാണാൻ അറിവില്ലാത്ത ആളുകൾ മയ്യത്തിനെ നഖം വെട്ടി കൊടുക്കാറുണ്ട്. ഒരിക്കലും അത് ചെയ്തു കൊടുക്കരുത്, അങ്ങനെ ചെയ്യാൻ പാടില്ല. മരണാസന്നനായ വ്യക്തിയുടെ നഖം വെട്ടിക്കൊടുക്കുക, അല്ലാതെ മയ്യത്തിന്റെ നഖം വെട്ടിക്കൊടുക്കരുത്. ആ നഖത്തിൽ ചെളികൾ ഉണ്ടെങ്കിൽ അത് വൃത്തിയാക്കി കൊടുക്കുകയാണ് വേണ്ടത്. ഇതൊക്കെ നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. അതേപോലെ തന്നെ ഫുഖഹാക്കളായ മഹാന്മാരായ ഇമാമിയങ്ങള് പ്രത്യേകമായിട്ട് ഈ വിഷയത്തെ പറ്റിയിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ പിന്നെ ചെയ്യേണ്ട കാര്യം എന്നിട്ട് പിന്നെ മയ്യത്തിന് എന്ത് ചെയ്യണം, വുദൂ ചെയ്ത് കൊടുക്കണം. വുദൂ ചെയ്ത് കൊടുക്കാന്ന് പറഞ്ഞാല് മയ്യത്തിന്റെ കുളി കഴിഞ്ഞ് അവസാനമല്ല വുദൂ ചെയ്ത് കൊടുക്കേണ്ടത്, ആദ്യമാണ്. ഈ പറഞ്ഞ കാര്യങ്ങൾ വെള്ളം ഒഴിക്കുന്നതിന് മുമ്പാണ് വുദൂ ചെയ്ത് കൊടുക്കേണ്ടത്. എന്നിട്ട് പിന്നെ എന്താണ് ചെയ്യേണ്ടത്? പ്രിയപ്പെട്ടവരെ, മഹാന്മാരായ ഫുഖഹാക്കൾ പഠിപ്പിക്കുകയാണ്, മയ്യത്തിനെ തിരിച്ചു കിടത്തണം, വലതു ഭാഗത്തിന്റെ മേൽ തിരിച്ചു കിടത്തണം. എന്നിട്ടോ വലത് ഭാഗത്തിന്റെ മേൽ തിരിച്ചു കിടത്തിയിട്ട് മയ്യത്തിന്റെ മുകൾ ഭാഗം ആ ഒരു ഭാഗത്തെ വലത് ഭാഗത്ത് വേണം ശരിക്ക് കഴുകി വെള്ളം ഒഴിച്ചുകൊണ്ട് വൃത്തിയാക്കണം. പിന്നെ ഇടത്തെ ഭാഗത്ത് പിന്നെ എന്ത് ചെയ്യണം, മയ്യത്തിന്റെ പുറം ഭാഗം, രണ്ട് ഭാഗമാണ് ഉള്ളത്, ഒന്ന് മുൻഭാഗവും രണ്ടാമത് പിൻഭാഗവും. അപ്പൊ അതിന്റെ വലതു ഭാഗത്ത്, അതിപ്പോ നമ്മൾ സാധാരണ കുളിക്കുകയാണെങ്കിൽ തന്നെയും നമ്മൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം. കാരണം സുന്നത്ത് ആദ്യം വലതു ഭാഗത്ത് വെള്ളമൊഴിക്കലാണ്. നമ്മൾ ആരെങ്കിലും ശ്രദ്ധിക്കാറോ? നേരെ ശവന്റെ അടുത്ത് പോകും, അവിടെ തുറന്നിട്ട് കുളിക്കും. നിയ്യത്ത് പോലും ചിലപ്പോൾ വെക്കാറില്ല. ജനാബത്ത് കുളിക്കുമ്പോ പോലും വലിയ ശുദ്ധിയാക്കുന്നു എന്ന് നിയ്യത്ത് വെക്കാതെ കുളിക്കുന്ന എത്രയോ ആളുകളുണ്ട്, അറിവില്ലാത്ത ആളുകൾ. നമ്മുടെ കുളി ശരിയാവോ സഹോദരങ്ങളെ? നമ്മുടെ നിസ്കാരം ശരിയാവോ? അപ്പോ ഇതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പഠിപ്പിച്ചത് നമുക്ക് പ്രവർത്തിക്കാൻ വേണ്ടിയാ. ഇതെന്ന് വെച്ച് കഴിഞ്ഞാല് പ്രസംഗിക്കും, എല്ലാവരും പ്രസംഗിക്കും, പക്ഷെ പ്രവൃത്തിയിൽ ഉണ്ടാവൂല, അല്ലെ? കല്യാണത്തിന്റെ ആർഭാടത്തെ പറ്റിയൊക്കെ എല്ലാവരും പ്രസംഗിക്കും, പക്ഷെ സ്വന്തം വീട്ടിലെ കാര്യം വരുമ്പോ അത് മൊയ്ലാരായാലും ശരി തങ്ങളായാലും ശരി അനുഭവത്തിൽ എന്നാ പറയണത്. വലിയ ആ വർത്താനമൊക്കെ പറയും, പക്ഷെ അവരവരുടെ വീട്ടിൽ വരുമ്പോൾ ഒരു ദീൻ ഉണ്ടാവൂല, ഒന്നും ഉണ്ടാവില്ല. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ കിതാബുകൾ ഇങ്ങനെ വായിക്കാനോ അല്ലെങ്കിൽ പ്രസംഗിക്കാനോ ഉള്ളതല്ല, നമ്മുടെ ജീവിതത്തിൽ നടപ്പാക്കാനുള്ളതാണ് റസൂലുള്ളാഹിന്റെ സുന്നത്തുകൾ. അപ്പോൾ നബിതങ്ങൾ പഠിപ്പിക്കുന്ന കാര്യമാണ്, കുളിക്കുമ്പോൾ വലതു ഭാഗത്ത് വെള്ളമൊഴിക്കണം, പിന്നെ ഇടതു ഭാഗത്ത്. മയ്യത്തിനെയും ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ആദ്യം വലതു ഭാഗത്ത് വെള്ളം ഒഴിക്കുക, പിന്നെ ഇടതു ഭാഗത്ത് ഇതേപോലെ തന്നെ തിരിച്ചു കിടത്തുക. തിരിച്ചു കിടത്തിയിട്ട് പിന്നെ എന്ത് ചെയ്യണം, ഈ ഭാഗത്ത് ഇടത്തെ സൈഡില് ഇതേപോലെ തന്നെ പിൻഭാഗത്തും വലതു ഭാഗത്ത് വെള്ളം ഒഴിക്കുക, ഇടതു ഭാഗത്ത് വെള്ളം ഒഴിക്കുക. ഇങ്ങനെയാണ് മയ്യത്തിനെ കുളിപ്പിക്കേണ്ടത്. അങ്ങനെ കുളിപ്പിക്കുന്ന സമയത്ത് മഹാനായ ഇബ്നു ഹജർ റഹിമഹുല്ലാഹയെ പോലെയുള്ള അതുപോലെയുള്ള വലിയ വലിയ മഹാത്മാക്കൾ, നിഹായ പോലെയുള്ള ഗ്രന്ഥങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, അതേപോലെ തന്നെ മറ്റുള്ള വലിയ ഇമാം റംലിയെ പോലെയുള്ള മഹാത്മാക്കൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ഇതൊക്കെ ചെയ്യുമ്പോൾ സമയത്ത് സോപ്പ് കൊണ്ട് അതേപോലെ തന്നെ സാബൂൻ പോലെയുള്ള വസ്തുക്കൾ കൊണ്ട് തേച്ചൊരിച്ച് കുളിപ്പിക്കുക. എന്നിട്ട് അതിനുശേഷം ഒറ്റ പ്രാവശ്യം ശരീരം മുഴുവനും നനയുന്ന രൂപത്തിൽ വെള്ളമൊഴിക്കുക. അപ്പോ ഒരു പ്രാവശ്യം പൂർത്തിയാവുകയാണ്. ആദ്യമായിട്ട് ശരീരത്തിൽ വെള്ളമൊഴിച്ച് പിന്നെ സോപ്പ് തേച്ച് അതിനുശേഷം മുഴുവനായി വെള്ളമൊഴിക്കുമ്പോഴാണ് ഒരു തവണ പൂർത്തിയാകുന്നത്. അങ്ങനെ 3 തവണ
ചെയ്യൽ സുന്നത്താണ്. കാരണം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട മകളായ സൈനബ് ബീവി റളിയല്ലാഹു അൻഹ വഫാത്തായപ്പോൾ ഉമ്മു അതിയ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നിട്ട് ഞങ്ങളോട് കുളിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു. ഞങ്ങൾ കുളിപ്പിക്കുന്ന സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞത്, തങ്ങൾ ഞങ്ങളോട് പറഞ്ഞു 3 തവണ നിങ്ങൾ വെള്ളം ഒഴിച്ച് കുളിപ്പിക്കുക. ഇനിയോ എന്നിട്ടും വൃത്തിയായില്ല എങ്കിലോ 5 ആക്കുക. എന്നിട്ടും പറ്റില്ലെങ്കിലോ പിന്നെ അക്തറ അധികരിപ്പിക്കുക. അതും ഒറ്റയാക്കലാണ് സുന്നത്ത്. 3, 5, 7 എന്നിട്ട് ഇത്രയൊക്കെ വെള്ളം ഒഴിച്ച് കഴുകിയിട്ടും വൃത്തിയാകുന്നില്ലെങ്കിലോ പിന്നെയും വെള്ളം ഒഴിച്ച് കഴുകി വൃത്തിയാകുന്നത് വരെ, മയ്യത്ത് പൂർണ്ണമായും ശുദ്ധിയാകുന്നത് വരെ തേച്ചൊലിച്ചുകൊണ്ട് കുളിപ്പിക്കണം. ഇതാണ് മയ്യത്ത് കുളിയുടെ പൂർണ്ണമായ രൂപം. ഇതിന്റെ ഇടയിൽ ചെയ്തു കൊടുക്കേണ്ട ഒരു കാര്യം, വുദൂഅൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നല്ല വീതിയുള്ള ചീർപ്പ് കൊണ്ട്, പല്ലുകൾ വീതിയുള്ള ചീർപ്പ് കൊണ്ട് മുടിയും താടി രോമങ്ങളൊക്കെ ചീകി കൊടുക്കുക. ആ ചീകുന്ന സമയത്ത് മയ്യത്തിന്റെ മുടിയോ താടി രോമങ്ങളോ മറ്റോ പൊഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം? മയ്യത്ത് പുടവയോടൊപ്പം കഫൻ ചെയ്യണം. നമ്മൾ ശ്രദ്ധിക്കാറുണ്ടോ? എത്ര ആളുകൾ ശ്രദ്ധിക്കാറുണ്ട്? അതുകൊണ്ടോ എവിടെയെങ്കിലും കുഴിച്ചിടപെടും, അങ്ങനെയല്ല, അതോടൊപ്പം അല്ലെങ്കിൽ കളയും. ഇതൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ജനാപത്തുകാരനായ സമയത്ത് നമ്മുടെ ശരീരത്തിൽ നിന്നുകൊണ്ട് പൊഴിഞ്ഞു പോകുന്ന രോമങ്ങൾ, ആ രോമങ്ങൾ അത് നമ്മൾ വേണ്ട രൂപത്തിൽ സൂക്ഷിക്കാതെ നമ്മൾ എന്ത് ചെയ്തു, അത് നനക്കാതെ നമ്മുടെ ശരീരത്തിൽ നിന്നോട് പൊഴിഞ്ഞു പോയി. ഉദാഹരണം, ഒരാൾക്ക് ജനാപത്തുണ്ട്, അയാൾ പോയിട്ട് അങ്ങോട്ട് മുടി വെട്ടി. എന്നാൽ നാളെ പരലോകത്ത് വരുമ്പോൾ അയാളുടെ ഈ രോമങ്ങൾ ജനാപത്തുകാരനായിട്ട് വരുമെന്നാണ്. അയാളുടെ ശരീരത്തിൽ ഈ രോമങ്ങളൊന്നും ശുദ്ധിയാവൂല. അപ്പോ ഒന്ന് ആലോചിച്ച് നോക്കുക, എത്ര ഗൗരവമുള്ള സംഭവമാണെന്ന്. നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം. മയ്യത്തിന്റെ ശരീരത്തിൽ നിന്ന് പൊഴിഞ്ഞു പോകുന്നത് അത് ആ മയ്യത്തിനോടൊപ്പം തന്നെ സൂക്ഷിക്കേണ്ടതുണ്ട്, അത് വൃത്തിയാക്കേണ്ടതുണ്ട്. ഇതാണ് ഫുഖഹാക്കൾ പഠിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ ഈ വിഷയങ്ങളിലൊക്കെ വളരെ ഗൗരവത്തോടു കൂടി കാണേണ്ടത് നമ്മുടെ മേൽ നിർബന്ധമായ ഒരു കാര്യമാണ് മയ്യത്ത് കുളി എന്ന് പറയുന്നത്. പല സ്ഥലത്തും വെച്ചാൽ കൂലിക്ക് ആളെ ഏൽപ്പിക്കല. ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ ചോദിക്കും, ആരാ നിസ്കരിക്കാനുള്ളതെന്ന് ചോദിക്കും. എന്നിട്ട് കൂലിക്ക് ആളെ ഏൽപ്പിച്ചുകൊണ്ട് അയാളെയാണ് കുളിപ്പിക്കാൻ പല സ്ഥലത്തും ഏർപ്പാടാക്കുന്നത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ നമ്മുടെ ഓരോ ആളുകളുടെ മേൽ നിർബന്ധമായ കാര്യമാണ്. നമ്മളെ കൊണ്ട് കുളിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ആ മയ്യത്തിന് സഹായികളായിട്ടെങ്കിലും അവരോടൊപ്പം നിൽക്കാൻ വേണ്ടി നമ്മൾ തയ്യാറാകുന്നത് വലിയ പ്രതിഫലം കിട്ടുന്ന കാര്യമാണ്. ഇൻഷാ അല്ലാഹ് വരുന്ന ആഴ്ച കഫൻ ചെയ്യുമ്പോൾ വിഷയങ്ങൾ ഉണർത്തുമ്പോൾ അതിന്റെ കൂലിയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറയാം. അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഈ വിഷയമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. കഴിഞ്ഞ ആഴ്ച പ്രസംഗം കഴിഞ്ഞപ്പോൾ ഒരു സഹോദരൻ വന്നിട്ട് പറഞ്ഞു, എനിക്കത് വലിയൊരു അറിവായിട്ട് എൻ്റെ ജീവിതത്തിൽ ഇത്രയും കാലം കിട്ടാത്തൊരു കാര്യമാണ് ഞാനത് മനസ്സിലാക്കിയത്. ഞാൻ മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ അങ്ങനെയല്ല ചെയ്തിരുന്നത്, ഇങ്ങനെയാണ് ചെയ്തിരുന്നത് സഹോദരൻ പറഞ്ഞു. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊണ്ട് പ്രവർത്തിക്കാൻ പറ്റിയ ഇത്തരത്തിലുള്ള ഈ കാര്യങ്ങൾ അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്നത് വിശുദ്ധമായ ഖുർആൻ പറഞ്ഞ കാര്യമാണ്. മുഅ്മിനീങ്ങളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നല്ല കാര്യങ്ങൾ കേൾക്കുമ്പോൾ അവർ അത് ഉൾക്കൊള്ളുകയും അവർ പ്രാവർത്തികമാക്കുകയും ചെയ്യും. ആ രൂപത്തിൽ അല്ലാഹു തആല നമ്മുടെ പ്രസംഗങ്ങളും നമ്മുടെ പ്രവർത്തനങ്ങളും ഒക്കെ ആക്കി തീർക്കുമാറാകട്ടെ.